എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിന ആശംസകൾ. 1973 ജൂൺ 5 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്തിനു വേണ്ടി? പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധനം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാനും അതിലൂടെ ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നതിനും വേണ്ടിയാണ്. ഇക്കോസിസ്റ്റം എന്ന വേർഡ് ആദ്യമായി ഉപയോഗിക്കുന്നത് ആർതർ ജോർജ് ടാൻസിലി എന്ന ഇംഗ്ലീഷ് ബോട്ടാണിസ്റ്റാണ്. ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥമായ വേദപുസ്തകത്തിൽ പ്രധാന മാലാഖമാരായി പ്രതിപാദിക്കുന്ന മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ എന്നിവരാണല്ലോ. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് ആർക്കേഞ്ചൽ ഏരിയലിനെയാണ്. മാലാഖമാരിൽ സ്ത്രൈണ രൂപമുള്ള മാലാഖയാണിത്. ലയണസ് ഓഫ് ഗോഡ് എന്നും അറിയപ്പെടുന്നു. എന്താണ് പരിസ്ഥിതി അഥവാ എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറഞ്ഞാൽ? വായു, ഭൂമി, ജലം എന്നിവയും അതിലെ സകല ചരാചര ജീവജാലങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. പരിസ്ഥിതി ദിനം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. എന്തുകൊണ്ട്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, മരുന്ന്, വെള്ളം എന്നിവ പ്രകൃതിയാണ് നമുക്ക് തരുന്നത്. ഗർഭപാത്രത്തിൽ അമ്മ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ പ്രകൃതി നമ്മെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ നാം ചൂഷണം ചെയ്യാതിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോ നിറത്തോട് താല്പര്യമുണ്ടാകും. എന്നാൽ ഏറ്റവും മനോഹരമായ നിറം പച്ചയാണ്. സമാധാനത്തിൻ്റെ നിറമാണ് പച്ച നിറം. ഈ നിറം മനസ്സിൻ്റെ മുറിവുകളെ പോലും ഉണക്കാൻ കഴിവുള്ളതാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് സന്യാസിമാർ കാട്ടിൽ പോയി തപസ് ചെയ്യുന്നത്, ബുദ്ധൻ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി തപസ് ചെയ്യുന്നത്, യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ ഒലിവുമലയിലും പോയി പ്രാർത്ഥിച്ചത്. പച്ചയായ പുൽപ്പറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. സങ്കീർത്തനങ്ങൾ 23:2-3. അവിടെ പച്ച നിറത്തിനും പ്രാണവായുവിനും അത്രയും പ്രാധാന്യം കൊടുക്കുന്നു. പ്രാണവായു അഥവാ ഓക്സിജൻ ഏറ്റവും അമൂല്യമായ ഒന്നാണ്. പ്രാണവായു ഇല്ലാതെ ഒരു നിമിഷം പോലും നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിക്കുക. എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് നോക്കാം. നമ്മൾ ഉച്ഛ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രതിഭാസത്തിലൂടെ മരങ്ങൾ അവർക്കുള്ള ആഹാരം നിർമ്മിക്കുന്നു, ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നും മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ശ്വസിച്ചതിന് ശേഷം വരുന്ന ഓക്സിജനിൽ ചിലത് രണ്ടായി വിഘടിച്ച് അവ മറ്റൊരു ഓക്സിജനിൽ പോയി ചേരുകയും അങ്ങനെ ഓസോണായി തീരുകയും ചെയ്യുന്നു. ഓസോൺ ഭൂമിക്ക് ചുറ്റും വലയം ചെയ്യപ്പെട്ട് കിടക്കുന്നു. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങളുടെ അതിപ്രസരണം മൂലം ഓസോണിൽ പോയി ചേരുകയും അവിടെ ചൂട് പിടിക്കുകയും വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുമൂലം അൾട്രാവയലറ്റ് രശ്മികൾ സൂര്യനിൽ നിന്നും നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അതുകാരണം സ്കിൻ ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിന് കാരണമാകുന്നു. അതുപോലെ കാർബൺ ഡയോക്സൈഡ് അധികമായാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഹൃദ്രോഗമായ സംബന്ധമായ രോഗവും ഉണ്ടാകുന്നു. ഇത് തടയാൻ എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് നോക്കാം. നമുക്കിത് പരിഹരിക്കാൻ എന്ത് മാറ്റം വരുത്താം? ഒരു മരം വെച്ച് പിടിപ്പിക്കുക. രാസവളം, കീടനാശിനി ഉപയോഗിക്കാതിരിക്കുക. 3 R's സ്റ്റാൻഡ്സ് ഫോർ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ്: വാഹനങ്ങൾ കുറച്ചോടുക, വെള്ളം, വൈദ്യുതി കുറച്ച് ഉപയോഗിക്കുക, ടീ കപ്സ്, പ്ലേറ്റ്സ്, ക്ലോത്ത്സ്, ബുക്സ്, വാട്ടർ ബോട്ടിൽ എന്നിവ റീയൂസ് ചെയ്യുക. റീസൈക്കിൾ: പേപ്പർ, ബാറ്ററി, സ്റ്റീൽ, അയൺ, അലൂമിനിയം, പ്ലാസ്റ്റിക്. ഇത് നമുക്ക് വീടുകളിൽ ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് ഫാക്ടറികളിൽ കൊടുത്തുവിടുക. പ്ലാസ്റ്റിക്: ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് പ്ലാസ്റ്റിക് മലിനീകരണം. 500 വർഷം കഴിയുമ്പോൾ മാത്രമാണ് അത് മണ്ണിൽ ലയിച്ചു ചേരുന്നത്. മണ്ണിൽ ലയിക്കാത്തതും
ാത്തതുമായ വസ്തുക്കൾ പ്രകൃതിക്കെതിരാണ്. 1950 മുതൽ 2015 വരെയുള്ള കണക്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് 400 കോടി ടൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിൽ -10% മാത്രമാണ് റീസൈക്കിൾ ചെയ്തത്. ബാക്കിയുള്ളത് നമുക്ക് ചുറ്റും പരിസരത്തും അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്നു. ഒരു മരം നടാം വരും തലമുറയ്ക്കായി, 100 കിളികൾക്കായി, അമ്മയ്ക്കായി, നല്ല നാളേക്കായി.